ARTOWZ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ഫാസിൽ. മലയാളം, തമിഴ്, കന്നഡ, അറബി, ഇംഗ്ലീഷ് ലാംഗ്വേജുകളിലായിട്ട് ഒരുപാട് ഫോൺസുകൾ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. വെബ്സൈറ്റ് മറ്റൊന്നുമല്ല, ഗൂഗിൾ ഫോണ്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് ആണ്. ഗൂഗിൾ ഫോണ്ട് എന്ന് കേൾക്കുമ്പോഴേക്ക് വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നതിന് മുമ്പായിട്ട് ഒരുപാട് ഡിസൈനേഴ്സ് ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള കുറച്ച് മലയാളം ഫോണ്ടുകൾ ഗൂഗിൾ ഫോണ്ട്സിൽ അവൈലബിൾ ആണ്. ആ ഫോണ്ട് കൂടെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഗിളിൽ fonts.google.com എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഈ ഒരു വെബ്സൈറ്റിൽ എത്തുന്നതാണ്. ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും ഗൂഗിൾ ഫോണ്ടിൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടാവുക. ഇതിൽ നിന്നും മലയാളം ഫോണ്ട് നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ ലാംഗ്വേജ് എന്നിടത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ മലയാളം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഒരുപാട് മലയാളം ഫോണ്ടുകൾ അവൈലബിൾ അല്ല എങ്കിലും വൃത്തിയുള്ള കുറച്ച് മലയാളം ഫോണ്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫോണ്ടിൻ്റെ തന്നെ തിന്ന്, മീഡിയം, ലൈറ്റ്, ബോൾഡ് ആയിട്ടുള്ള ഒരുപാട് വേരിയൻസുകൾ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനിവിടെ മറ്റൊരു ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെയും ഒരുപാട് വേരിയൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തായിട്ട് മലയാളം ഡിസൈനേഴ്സിൻ്റെ ഇടയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള മലയാളം ആനുക് എന്ന് പറയുന്ന ഈ ഒരു ഫോണ്ട് അതൊരു ഗൂഗിൾ ഫോണ്ടിൻ്റെ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു ഫോണ്ടും ആവശ്യമുള്ളവർക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. മലയാളത്തിന് പുറമെ മറ്റു ലാംഗ്വേജുകളിലുള്ള ഫോണ്ടുകളും കൂടെ ഇവിടെ അവൈലബിൾ ആണ്. ഞാനിവിടെ മലയാളം എന്നെടുത്ത് അറബി എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അറബിയിലുള്ള ഒരുപാട് നല്ല ഫോണ്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. അറബിക് ബ്രോഷറുകളും പോസ്റ്ററുകളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഫോണ്ടുകൾ യൂസ്ഫുൾ ആകും എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുപോലെ തന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട് കന്നഡ ഫോണ്ട് എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത്. അത്തരത്തിലുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള കന്നഡ ഫോണ്ടും ഇവിടുന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ കന്നഡ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കന്നഡ ഫോണ്ട് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ തമിഴിലും ഇംഗ്ലീഷിലും ഒക്കെയുള്ള ഫോണ്ടുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഞാനിവിടെ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ശേഷം ഇവിടെ ഡൗൺലോഡ് ഫാമിലി എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫോണ്ടിൻ്റെ ഫാമിലി മൊത്തമായിട്ട് ഡൗൺലോഡ് ആവുന്നതാണ്. ഫോണ്ട് ഫാമിലി എന്ന് പറയുമ്പോൾ ആ ഒരു ഫോണ്ടിൻ്റെ തന്നെ തിന്ന്, ബോൾഡ്, ഇറ്റാലിക് ആയിട്ടുള്ള എല്ലാ വേരിയൻസും ഉൾക്കൊള്ളുന്നതിനെയാണ് ഫോണ്ട് ഫാമിലി എന്ന് സാധാരണയായിട്ട് പറയുന്നത്. ആ ഒരു ഫോണ്ട് ഇവിടെ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ അതൊരു സിപ്പ് ഫയലായിട്ടായിരിക്കും ലഭിക്കുക. ആ ഒരു സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഫോണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയാണ് ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരക്കാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിൽ കാർഡ് രൂപത്തിലും കൊടുക്കുന്നുണ്ട്. എന്തിനായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ വിലയേറിയ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.